കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ സംസ്ഥാനത്ത് ഭരണകക്ഷിയായ CPM നേതൃത്വം നൽകുന്ന LDFനെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള ഭരണവിരുദ്ധ വികാരം അതുപോലെ പിണറായി വിരുദ്ധ തരംഗവും പ്രതിഫലിക്കുന്ന വ്യക്തമായ ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. UDF മികച്ച വിജയം നേടുകയും അതുപോലെ തന്നെ ഭരണത്തിന്റെ പരാജയങ്ങളെ തുടർന്ന് CPM നേതൃത്വം നൽകുന്ന LDF പിന്നോട്ട് പോവുകയും LDFന് വലിയ തിരിച്ചടിയാവുകയും NDA ചില സുപ്രധാന നഗരമേഖലകളിൽ ശ്രദ്ധേയമായ മുന്നേറ്റം കൈവരിക്കുകയും ചെയ്ത ഈ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വ്യക്തമായ സൂചനകൾ നൽകുന്ന ഒന്നുകൂടിയാണ്. സംസ്ഥാന സർക്കാരിനെതിരായ ശക്തമായ ഭരണവിരുദ്ധ വികാരം അതുപോലെ തന്നെ പിണറായി വിരുദ്ധ വികാരവും അഴിമതി ആരോപണങ്ങൾ, ക്ഷേമ പദ്ധതികളിലെ വീഴ്ചകൾ, പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള വിവാദങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് LDFനെ പ്രതിരോധത്തിലാക്കിയപ്പോൾ ഈ വിഷയങ്ങൾ ശക്തമായ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ UDFന് പുതിയ ഊർജ്ജം നൽകുകയും അത് വലിയ ആവേശത്തോടെ ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് വേണം ഈ ഫലങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ. സംസ്ഥാനത്തെ മൊത്തം 1200-ലധികം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ UDF മുന്നണിക്ക് നഗരമേഖലകളിലും അതുപോലെ ഗ്രാമപഞ്ചായത്തിലും കാര്യമായ നേട്ടം കൈവരിക്കാൻ സാധിച്ചു എന്ന് പറയേണ്ടി വരും. കേരളത്തിലെ മൊത്തം 941 ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂരിപക്ഷവും UDF ലഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ UDF പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഏകദേശം 470-ലധികം ഗ്രാമപഞ്ചായത്തുകളിൽ UDF ഭരണം ഉറപ്പിച്ചപ്പോൾ LDFന് 430-ലധികം ഗ്രാമപഞ്ചായത്തുകളാണ് വിജയം നേടാൻ സാധിച്ചത്. NDA 18-ലധികം ഗ്രാമപഞ്ചായത്തുകളിലെ ഭരണം കൈയാളുകയും മറ്റ് പല പഞ്ചായത്തുകളും നിർണായക ശക്തിയായി മാറുകയും ചെയ്യുകയാണ്. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDFും LDFും കടുത്ത മത്സരം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ UDF 75-ഉം LDF 70 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വിജയിച്ചപ്പോൾ ശേഷിക്കുന്നവ തൂക്കുസഭകളായി മാറുകയും ചെയ്തു. 14 പഞ്ചായത്തുകളിൽ LDFന് 8-ഉം UDFന് 6-ഉം ഭരണം ലഭിച്ചു. എങ്കിലും ജില്ലാ പഞ്ചായത്തിലെ മൊത്തം വാർഡുകളുടെ എണ്ണത്തിൽ UDF ശക്തമായ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്. നഗരമേഖലകളിലെ വിജയം UDFനേറെ ആത്മവിശ്വാസം നൽകുന്നത് കൂടിയാണ്. സംസ്ഥാനത്തെ മൊത്തം 87 മുനിസിപ്പാലിറ്റികളിൽ UDF 58-ലധികം നഗരസഭകളിൽ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു. LDFന് 28-ഉം NDAക്ക് 1 മുനിസിപ്പാലിറ്റികളാണ് ഭരണം നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. നഗരമേഖലകളിൽ LDFന് സംഭവിച്ച വൻ ചോർച്ചയുടെ വ്യക്തമായ സൂചന കൂടിയാണിത്. 6 കോർപ്പറേഷനുകളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA വിജയിച്ചപ്പോൾ ശേഷിക്കുന്ന 5 കോർപ്പറേഷനുകളിൽ 4-ഇടത്തും UDF ഭരണം ഉറപ്പിച്ചിരിക്കുകയാണ്. കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി, കൊല്ലം എന്നിവിടങ്ങളിൽ UDF വിജയിച്ചപ്പോൾ LDFന് ഒരിടത്തും ഭരണം ലഭിച്ചില്ല എന്നുകൂടി എടുത്തു പറയേണ്ടതാണ്. UDF നേടിയ ഈ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഉയർത്താൻ പോകുന്ന വെല്ലുവിളികളുടെ വ്യാപ്തി വ്യക്തമാക്കുന്നത് കൂടിയാണ്. UDFന്റെ ഈ ഉജ്ജ്വല വിജയത്തിന് പിന്നിലെ ഏറ്റവും വലിയ കാരണം എന്നത് സംസ്ഥാന തലത്തിൽ ശക്തമായ പിണറായി വിരുദ്ധ തരംഗം രൂപപ്പെട്ടത് കൂടിയാണ്. ഇത് കേവലം ഭരണവിരുദ്ധ വികാരമായി ഒതുങ്ങുകയുമില്ല, മറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളും പാർട്ടിയിലെ ഏകാധിപത്യ പ്രവണതകളോടുള്ള അതൃപ്തിയും ഇതിന് ശക്തി പകരുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയം പല മേഖലകളിലും പ്രകടമായിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലെ കാലതാമസം, സാമ്പത്തിക പ്രതിസന്ധി, ലൈഫ് മിഷൻ പോലുള്ള ഭവന നിർമ്മാണ പദ്ധതികളിലെ അഴിമതി ആരോപണങ്ങൾ എന്നിവയെല്ലാം സാധാരണക്കാരെ LDFിൽ നിന്നും അകറ്റിയെന്ന് മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം വലിയ തരത്തിൽ ഇവിടെ ചർച്ചയാകുന്നു. സ്വർണ്ണക്കൊള്ള, അതിൽ CPM എടുത്തിരിക്കുന്ന നിലപാടുകൾ, ഒപ്പം തന്നെ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവർ പ്രതിയായ കേസിൽ പോലും CPM അവർക്കെതിരെ നടപടിയെടുക്കാത്തതും, ഇപ്പോൾ ഒരു വാക്ക് പോലും അവർക്കെതിരെ ഉരിയാടാൻ പോലും CPM തയ്യാറാകാത്തതും വലിയ തരത്തിൽ CPMന് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്, എടുത്തു പറയേണ്ടതാണ്. കൂടാതെ ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള വിവാദങ്ങൾ LDFന് പ്രത്യേകിച്ച് മധ്യ തെക്കൻ കേരളത്തിലെ ഹൈന്ദവ വോട്ടർമാർക്കിടയിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശബരിമല തിരുവാഭരണം സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടതായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങൾ സർക്കാരിന്റെയോ ദേവസ്വം ബോർഡിന്റെയോ വീഴ്ചയായി പ്രതിപക്ഷം ശക്തമായി പ്രചരിപ്പിച്ചു. ഈ ഘടകങ്ങൾ UDFനും NDAക്കും അനുകൂലമായി മാറുകയും ചെയ്തു. UDFന് അനുകൂലമായ മറ്റൊരു ഘടകമെന്നത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം കൂടിയാണ്. മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ UDFിൽ ഉറച്ചു തന്നെ നിന്നു. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ വോട്ടുകളും തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളി പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിനെതിരായ പ്രതിഷേധം കാരണം UDFന് അനുകൂലമായി വന്നു ഭവിക്കുകയും ചെയ്തു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മധ്യ കേരളത്തിൽ നേടിയ മികച്ച മുന്നേറ്റവും UDFന്റെ വിജയത്തിൽ നിർണായകമാവുകയും ചെയ്തു. CPM നേതൃത്വം നൽകുന്ന LDFനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഫലം നിരാശ നൽകുന്നതും അതുപോലെ ആഴത്തിൽ പഠിക്കേണ്ടതുമാണ്. അവരുടെ പരമ്പരാഗത കോട്ടകളായ കണ്ണൂർ, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ ചില നഗരസഭകളിൽ പോലും UDF മുന്നേറ്റം നടത്തിയത് CPMന്റെ രാഷ്ട്രീയ അടിത്തറയിൽ ആശങ്ക സൃഷ്ടിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. പ്രാദേശിക ഭരണങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ജനവികാരം, CPMന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ, പ്രാദേശിക നേതാക്കൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ എന്നിവയെല്ലാം പലയിടത്തും LDFന് വിനയായി മാറുകയും ചെയ്തു. എന്നാൽ LDFന് ഏറ്റവും വലിയ ആഘാതമേറ്റത് തലസ്ഥാന നഗരമായ തിരുവനന്തപുരം കോർപ്പറേഷനിലാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നാം ഓരോരുത്തരും ആലോചിക്കേണ്ടത് കൂടിയാണ്. ഇവിടെ CPM 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും വർഷങ്ങളായി കോർപ്പറേഷൻ നിലനിൽക്കുന്ന
ഭരണം നഷ്ടമാക്കുകയും ചെയ്തിരിക്കുന്നത്. 3-ാം സ്ഥാനം എന്ന് പറയുമ്പോൾ അവിടെ പലയിടങ്ങളിലും CPM-ന്റെ സിറ്റിംഗ് വാർഡുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ഇപ്പോഴും 2-ാം സ്ഥാനത്ത് തന്നെയാണ് LDF എങ്കിലും UDF മികച്ച മുന്നേറ്റം തന്നെ അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ CPM-ന്റെ പല സിറ്റിംഗ് വാർഡുകളും BJP പിടിച്ചടക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ BJP-യുടെ പല വാർഡുകളിലും വലിയ മുന്നേറ്റമാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ തരത്തിലുള്ള മുന്നേറ്റം BJP-ക്ക് അവിടെ നേടാൻ കഴിഞ്ഞിരിക്കുന്നു. BJP-ക്ക് ഇനി തലസ്ഥാന നഗരിയിൽ BJP-യുടെ മേയർ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇവിടെ വലിയ തകർച്ചയാണ് CPM-ന് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രനെ പോലുള്ള ഒരുപക്ഷെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ ഇവിടെ നിർത്തുകയും ഭരണം പിടിക്കുകയും ചെയ്ത LDF-ന് മേയറെ കൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങളും കൃത്യമായി BJP വോട്ടാക്കി മാറ്റുകയായിരുന്നു. അവിടെ വലിയ തരത്തിൽ ആട്ടുകാൽ പൊങ്കാല അടക്കമുള്ള വിഷയങ്ങൾ വലിയ തരത്തിൽ ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കുകയും കഴിഞ്ഞ 5 വർഷവും കൃത്യമായി സമരമുഖത്ത് BJP ഉണ്ടായിരുന്നു എന്നും കൂടി പറയേണ്ടി വരും. കൃത്യമായി അവർ സമരം ചെയ്തതും ആ സമരങ്ങളെല്ലാം ജനങ്ങളിൽ നിന്നും വോട്ടായി മാറിയെന്നും കൂടി ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. യുവ വോട്ടർമാർക്കിടയിൽ സർക്കാർ ജോലികൾ, PSC നിയമനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിലനിന്ന അതിർത്തിയും പരാജയത്തിന്റെ സൂചനയായി യുവജനങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിലെ മറ്റൊരു പ്രധാന ശ്രദ്ധാകേന്ദ്രം എന്നത് NDAയുടെ പ്രകടനം തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് സീറ്റുകളുടെ എണ്ണത്തിലും വോട്ട് വിഹിതത്തിലും NDA ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. BJP വലിയ തരത്തിൽ വളർന്നിരിക്കുന്നു. അവരുടെ ഏറ്റവും വലിയ വിജയം 6 കോർപ്പറേഷനുകളിൽ ഒന്നായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെയാണ്. CPM-നെ അവിടെ 2-ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് UDF-മായി നേരിട്ട് മത്സരിച്ച NDA ഇവിടെ കേവല ഭൂരിപക്ഷം നേടി ഭരണത്തിലെത്തിയിരിക്കുന്നു. കേവല ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ വലിയ തരത്തിൽ വിജയം നേടി തന്നെ പറയേണ്ടി വരും. അവർ ഭരണത്തിൽ എത്തിയിരിക്കുന്നു. കേരള രാഷ്ട്രത്തിൽ ആദ്യമായി ഒരു കോർപ്പറേഷനിൽ ഭരണം ലഭിക്കുന്നത് BJP-ക്ക് പുതിയ ഉണർവ് നൽകുന്നു. അവിടെ പാലക്കാട് നഗരസഭ ഭരിക്കുമ്പോൾ തന്നെ ഇവിടെ ഇതാ ആദ്യമായി കോർപ്പറേഷൻ ഭരിക്കാൻ പോകുന്നത് BJP ആണെന്നും കൂടി പറയേണ്ടിയിരിക്കുന്നു. അത് വലിയ ഊർജ്ജവും ഉണർവുമാണ് BJP-ക്ക് നൽകിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള വിഷയങ്ങൾ ഹിന്ദു വോട്ടർമാരെ NDAയിലേക്ക് ആകർഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തിന് പുറമെ തൃപ്പൂണിത്തുറ, പാലക്കാട് മുനിസിപ്പാലിറ്റികളിൽ ഭരണം നിലനിർത്താനും മറ്റു ചില നഗരമേഖലകളിൽ ശ്രദ്ധേയമായ മുന്നേറ്റം നടത്താനും NDAക്ക് കഴിഞ്ഞു. BJP-ക്ക് സാധിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ മുന്നണികളുടെ മുന്നണികൾ എല്ലാവരും പ്രതികരിച്ചത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ എന്തായിരുന്നു. പ്രതിപക്ഷ നേതാവ് വിധി ജനങ്ങളുടെ വിജയമാണെന്നും പിണറായി വിജയന്റെ പരാജയത്തിനുള്ള മറുപടിയാണെന്നും അഭിപ്രായപ്പെടുകയും ചെയ്തു. UDF കൺവീനർ ഈ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായ ഭരണമാറ്റത്തിന്റെ തുടക്കമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി ഫലം പ്രതീക്ഷിച്ചതിന് താഴെയാണെന്ന് സമ്മതിക്കുകയും ഒപ്പം തന്നെ പ്രാദേശിക പ്രശ്നങ്ങളും ഭരണവിരുദ്ധ വികാരവും തിരിച്ചടിക്ക് കാരണമായെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഒപ്പം തന്നെ MM മണി പറഞ്ഞിരിക്കുന്നത് കിറ്റ് വാങ്ങി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എല്ലാ ഗുണങ്ങളും അനുഭവിച്ചിട്ട് പണി തന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം. സ്റ്റാൻഡായിട്ടല്ല, ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചിട്ടുണ്ടാകുന്നത്. എന്നിട്ട് ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് എതിരെ വോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നല്ലാതെ നന്ദികേടെല്ലാം നല്ല അനുകൂലമാണോ? ക്ഷേമ പ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് MM മണി പറഞ്ഞിരിക്കുന്നത്. MM മണി പറഞ്ഞിരിക്കുന്നത് സർക്കാരിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയിട്ട് തിരിഞ്ഞു നിന്ന് കൊത്തുന്ന രീതിയാണ് ജനങ്ങൾ ചെയ്തത് എന്നുള്ളതാണ്. അതായത് വോട്ടർമാരെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് LDF-ൽ നിന്നും അതുപോലെ തന്നെ CPM-ന്റെ നേതാക്കളിൽ നിന്നും വരും ഇപ്പോഴത്തെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മറുപടികൾ. എങ്കിലും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നും കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകുമെന്നും ഇതിൽ CPM-ലെ നേതാക്കൾ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. NDA നേതാക്കൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം കേരള രാഷ്ട്രീയത്തിലെ വഴിത്തിരിവാണെന്നും ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ തങ്ങളെ സഹായിക്കുമെന്നും അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. ഭരണത്തോടുള്ള അതിർത്തിയും അതുപോലെ പിണറായി വിരുദ്ധ തരംഗവും അഴിമതി ആരോപണങ്ങളും ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള വിഷയങ്ങളും ചേർന്ന് LDF-ന് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. UDF തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് ഒരു പടി കൂടി അടുക്കുകയും LDF-ന്റെ തുടർഭരണ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതായത് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് LDF-ന് വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് UDF-ൽ നിന്നായിരിക്കുമെന്ന് അവർ ഒരിക്കൽ കൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് NDAയുടെ വളർച്ചയുടെ കാര്യമാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം ശക്തമാകുമെന്നും CPM-ന്റെ പരമ്പരാഗത വോട്ടുകൾ പോലും ചോർന്നതായി കണക്കാക്കുന്ന ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ കാണുന്ന ഈ സാഹചര്യത്തിൽ എല്ലാ മുന്നണികളിലും തങ്ങളുടെ തന്ത്രങ്ങൾ അടിമുടി മാറ്റിയെഴുതാൻ നിർബന്ധരാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഫലം UDF-ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ശക്തമായ പ്രചോദനവും LDF-ന് തിരുത്തൽ ശക്തിപ്പെടുത്താനുള്ള അടിയന്തര മുന്നറിയിപ്പും കൂടിയാണ്. NDAക്ക് കൂടുതൽ വളരാനുള്ള അവസരവുമാണിത്.
പ്രാദേശിക വിഷയങ്ങളും സംസ്ഥാന ഭരണത്തോടുള്ള അതിർത്തിയും യുവ വോട്ടർമാർക്കിടയിലും ന്യൂനപക്ഷ വോട്ടർമാരുടെ ഇടയിലും അല്ലെങ്കിൽ അവരുടെ നിലപാടുകളും ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായി മാറി. ജനങ്ങളുടെ ഈ വിധി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണമാറ്റത്തിനുള്ള സാധ്യതകളെയാണ് പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്. LDFന് പ്രത്യേകിച്ച് CPM നേതൃത്വത്തിന് ഈ ഫലം ഒരു പുനഃപരിശോധനയും തിരുത്തലിൻ്റെ സമയവും ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഇനിയെങ്കിലും CPMഉം LDFും തിരുത്തി മുന്നോട്ട് പോയില്ല എങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് CPMന് ഉണ്ടാകാൻ പോകുന്നത്. അതിലെന്തെങ്കിലും മാറ്റമുണ്ടാവണമെങ്കിൽ ഇപ്പോഴേ അവർ തിരുത്തലുമായി മുന്നോട്ട് പോയേ മതിയാവും. ഒപ്പം തന്നെ UDFൻ്റെ ഈ വലിയ വിജയം, ഈ വലിയ മുന്നേറ്റം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്നത് കൂടിയാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായതേയില്ല എന്നും പകരം സ്വർണ്ണക്കൊള്ള പോലുള്ള വലിയ വിഷയങ്ങൾ ജനങ്ങൾ ചർച്ചയ്ക്കെടുത്തുവെന്ന് കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുതന്നെയാണ് UDFും ആവർത്തിച്ച് പറഞ്ഞത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയമേ അല്ല, പക്ഷേ അയ്യൻ്റെ സ്വർണം കട്ട, അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയ സഖാക്കന്മാർക്ക് ഇത് തിരിച്ചടിയായിരിക്കുമെന്ന് കോൺഗ്രസ് നേരത്തെ പറഞ്ഞിരുന്നു. അത് ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നു. അതിന് NDA കൂടി ഒപ്പം കൂടിയപ്പോൾ വലിയ തരത്തിൽ CPMന് വലിയ തിരിച്ചടിയെ മാറിയിരിക്കുന്നു. NDAക്കും ഇതൊരു വലിയ പ്രതീക്ഷയുടെ കാലമാണ്. കാരണം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയും BJPയും വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള ഏറ്റവും വലിയ പ്രത്യാശയായി അവർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുകയും ചെയ്യുന്നു.